ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പിക്കിളാണ്. ഇത് ഒരുപാട് കാലം കേടാകാതെ സൂക്ഷിച്ചെടുത്ത് വെക്കാൻ പറ്റും. ഒരു 6-7 മാസം വരെ സൂക്ഷിച്ച് എടുത്ത് വെക്കാം. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു പിക്കിളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളൊക്കെ ഹോസ്റ്റലിൽ പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 3/4 കിലോ ചിക്കനൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരു 1/2 കിലോ ഒക്കെ നമുക്ക് എല്ലില്ലാത്ത ചിക്കൻ പെറുക്കിയെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഇങ്ങനെ ഓട്ടയുള്ള പാത്രത്തിൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സാക്കി എടുത്ത ശേഷം ഇത് 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല കേട്ടോ വെച്ചിരിക്കുന്നത്, താഴെ തട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിലാണ് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ മുറിക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കാൻ ശ്രദ്ധിക്കണേ. ഞാനിവിടെ 2 ഭാഗങ്ങളാക്കിയിട്ടാണ് ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്നത്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒന്നാകെ ഇങ്ങനെയുള്ള ഒരു കോരി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി വല്ലാതെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്, അപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ നന്നായിട്ട് ഉറപ്പായിട്ട് പോകും. അപ്പോൾ ഒന്ന് നമ്മൾ മൂത്ത് വരുമ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മൂത്തിട്ടുമില്ല, പാകമായിട്ടുള്ള വേവാണേ ഉള്ളത്. ആ ടൈം നോക്കിയിട്ട് നമുക്ക് കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത പാർട്ടും ഇതേമാതിരി തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസസും നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി നമുക്ക് കുറച്ച് എണ്ണയുണ്ട്. ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല, അതുകൊണ്ട് കുറച്ച് ഭാഗം കോരി മാറ്റിയെടുത്ത് വെക്കുന്നുണ്ട്. ഇനി ബാക്കി വരുന്ന എണ്ണയിലേക്ക് 2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ വല്ലാതെ അങ്ങോട്ട് അരഞ്ഞ് എടുക്കരുത് കേട്ടോ. നമുക്ക് പതുക്കെ ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി. കഷ്ണങ്ങളും മെല്ലെ ഒന്ന് കടിക്കുന്ന മാതിരി ആയിരിക്കണം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ മൂപ്പിച്ചെടുക്കുമ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കുന്നതാണ്. ഇതിലേക്ക് ഇനി 4 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നീട് ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കണേ നിങ്ങൾ. ഇനി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് എത്രയാണോ നമുക്ക് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വിനാഗിരിയാണ് ഒഴിച്ചിരിക്കുന്നത്. അവസാനമായിട്ട് നമുക്ക് ചെറിയൊരു കഷ്ണം ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര ഞാനൊന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്ക് ജാറിലൊക്കെ ഇട്ട് വെക്കാൻ കേട്ടോ. ചൂടോടുകൂടി ഒരിക്കലും ഇട്ട് കൊടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ കേടായി പോകും. നന്നായിട്ട് തണഞ്ഞതിന് ശേഷം വേണം നമുക്ക് ജാറിലിട്ട് നന്നായിട്ട് മൂടി ടൈറ്റുള്ള ജാറിൽ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ.
ഞാനിപ്പോൾ ഹോസ്റ്റലിൽ മോന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുപ്പിയുടെ ജാറിൽ ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് സൂക്ഷിച്ച് എടുത്ത് വെക്കാവുന്നതാണ്. ഇത് ഒരാഴ്ച കഴിഞ്ഞാലാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. ഒരുപാട് കാലം നിങ്ങൾക്ക് എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.